നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്താണ്? ഒരു ബ്ലാങ്ക് ക്യാൻവാസ് ആണല്ലേ. അതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് വരയ്ക്കും. ചിലപ്പോൾ അത് കുറച്ച് ഷേപ്സ് ആയിരിക്കും. അതിൽ നിന്നാണ് നമ്മുടെ ചിത്രത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയും തോറുമാണ് നമ്മളുടെ ചിത്രത്തിൽ നമ്മൾ മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്ത ആ ഒരു ചിത്രം തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നത്. ഈ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ നമ്മുടെ ചിത്രം പുറത്തുനിന്ന് ഒരാൾ കണ്ടാൽ അവർക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കാരണം അത് കംപ്ലീറ്റഡ് അല്ല. അതിനകത്ത് കുറേ ഇംപെർഫെക്ഷൻസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ, കുറേ ഷെയ്ഡ്സ് കൊണ്ടുവരാനുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പക്ഷേ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തില്ല. ചില സമയത്ത് നമുക്കും തോന്നും ഇത് ശരിയാകുമെന്ന് തോന്നുന്നില്ല, ഞാൻ നോക്കിയ അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച ചിത്രം പോലെ ഇതിനകത്തൊന്നും കാണുന്നില്ല. പക്ഷേ നെക്സ്റ്റ് സ്റ്റെപ്പ് കൂടി നമ്മൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മളുടെ ആ ചിത്രം കുറച്ചുകൂടെ വിസിബിളായിട്ട് വരുന്നത്. ഇതുപോലെയാണ് ജീവിതത്തിലും. നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ യാത്ര തുടങ്ങുന്ന സമയത്ത് ഡെസ്റ്റിനേഷനിൽ നിന്ന് കുറേ ദൂരെയാണ് നമ്മൾ. മുന്നോട്ട് പോകും തോറും ഡെസ്റ്റിനേഷനിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇതിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് ആ ഡെസ്റ്റിനേഷനിൽ ജസ്റ്റ് എത്താറാകുമ്പോഴായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്റ്റെപ്പ് കൂടെ പോയാൽ, കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തും. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ നമ്മൾ തീരുമാനിക്കണം നമ്മളെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ആരാണ്, ആര് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം. നമ്മളുടെ ഫയർ നമ്മളുടെ ഉള്ളിൽ നിന്നാണോ വരുന്നത്? നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. ചിലപ്പോൾ ഡൗൺസ് വരും, ചിലപ്പോൾ ചില ഷെയ്ഡ്സ് നമ്മൾക്ക് മാറിപ്പോയിന്ന് വരും. നമുക്ക് ഇറേസർ ഉണ്ട്, നമുക്ക് മായ്ച്ചിട്ട് ഒന്നും കൂടി ചെയ്യാം. അല്ലെങ്കിൽ പുതിയൊരു ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ എത്തില്ല. സോ നമ്മൾ തീരുമാനിക്കണം നമ്മൾ എവിടെ എത്തണം, ഏതു വഴി പോകണം, ആരൊക്കെ ആയിരിക്കണം നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ഇനി ആരൊക്കെ ഗൈഡ് ചെയ്താലും നമ്മളെന്ന വ്യക്തി നമ്മളെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.